നമസ്കാരം. കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേരളത്തിലെ ക്ഷേത്രത്തിൽ ദുർമന്ത്രവാദവും മൃഗബലിയും നടന്നു എന്ന കാര്യം നിഷേധിക്കാതെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. രാജരാജേശ്വര ക്ഷേത്രം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നും ക്ഷേത്രത്തിന്റെ പേരോ സ്ഥലമോ വെളിപ്പെടുത്തുന്നില്ല എന്നുകൂടി DK ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബംഗളൂരുവിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ ശത്രുക്കളാണോ അതോ എതിർചേരിയിലുള്ള JDS-നും BJP-ക്കും ഇതിൽ പങ്കുണ്ടോ എന്നീ ചോദ്യങ്ങളിൽ നിന്നും ശിവകുമാർ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയും ചെയ്തിട്ടുണ്ട്. DK ശിവകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതീവ ഗൗരവതരമായ ഈ വെളിപ്പെടുത്തൽ കേരളത്തിലെ സർക്കാരും അതിനോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പും ഒന്നും ഇത്ര കാര്യമായി തന്നെ സമീപിക്കുമെന്നുള്ള ഒരു ചിന്ത DK ശിവകുമാറിനില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മറ്റൊന്നും ചിന്തിക്കാതെ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. സംഭവം കേരളത്തിൽ വലിയ ചർച്ചയായതോടെയാണ് വിശദീകരണവുമായി വീണ്ടും DK ശിവകുമാർ രംഗപ്രവേശനം ചെയ്തത്. കർണാടകയിലെ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ പ്രയോഗിച്ച അമ്പ് കേരളത്തിൽ തിരിച്ചടിയായതോടെയാണ് യാഗത്തിൽ ഉറച്ചു നിൽക്കാനും എന്നാൽ സ്ഥലം വെളിപ്പെടുത്താതിരിക്കാനുമുള്ള തന്ത്രം DK ശിവകുമാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ ദേവസ്വം മന്ത്രിയായ K രാധാകൃഷ്ണനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവും ഉൾപ്പെടെ DKയുടെ ആരോപണത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. DKയുടെ ഈ ആരോപണങ്ങൾ തെളിവ് സഹിതം തെളിയിക്കാൻ സാധിച്ചില്ല എങ്കിൽ കേരളത്തിലെ CPM അത് സംസ്ഥാന കോൺഗ്രസിനെതിരെ ആയുധമാക്കാനും മടിക്കില്ല എന്നുള്ള ഒരു മറുവശം കൂടി ഇതിനുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ഉണ്ടായ മിന്നുന്ന വിജയം സ്വപ്നം കണ്ടു കഴിയുന്ന കേരളത്തിലെ കോൺഗ്രസിനെ ഇപ്പോൾ DK ശിവകുമാറിന്റെ വെളിപ്പെടുത്തൽ തളർത്തിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിൽ ഇതും വലിയ ഇടം നേടുന്നുണ്ട്. DK ശിവകുമാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല കേരളത്തിൽ ഇത് ഇത്ര വലിയ ചർച്ചയായി മാറുമെന്ന്. പക്ഷേ CPM സർക്കാർ തന്നെ ഇത് വലിയ ചർച്ചാ വിഷയമായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചും സാക്ഷരത ഏറെയുള്ള കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് സംസ്ഥാനം പറയുന്നത്. മാത്രമല്ല വിവിധ ഹൈന്ദവ സംഘടനകളും ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ പ്രത്യേകിച്ചും നിരോധിച്ച മൃഗബലി അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു അവരും വ്യക്തമാക്കിയത്. നിലവിൽ എന്തായാലും DK ശിവകുമാറിന്റെ ഈ ആരോപണങ്ങൾ തിരിച്ചടിയായിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.